മക്കളെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിന്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അനലോഗുകളെ പറ്റിയാണ്. അനലോഗ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലുമുള്ള പകരക്കാരനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് രണ്ട് ഫീൽഡുകളാണ് അല്ലേ, രണ്ട് ഫീൽഡാണ്. ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് തുല്യമായ ടേംസ് എവിടെയുണ്ട്? മാഗ്നറ്റിക് ഫീൽഡിലുണ്ട്. അതിനെ പറ്റിയാണ്, ടേംസിനെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ ടേംസ് എന്ന്. ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് അറിയാവുന്ന ടേംസ് ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. സോ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നമ്മൾ പി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയ ടേം ആണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. സോ ഒരു ഡൈപോളിന്റെ നമുക്കിതൊരു പോസിറ്റീവ് ചാർജ് ആണ്, ഇതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഉറപ്പായും ഇത് ഡൈപോൾ ആണ്, രണ്ട് പോളാണ് അല്ലേ, ഡൈപോൾ ആണ്. ഇവിടെ ആണെങ്കിൽ ഒരു നോർത്ത് പോൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സൗത്ത് പോൾ ഉണ്ട്. ഇതെന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ ആണ്. സോ ഇത് ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഇതിന്റെ സ്ട്രെങ്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അതുപോലെ മാഗ്നറ്റിക് ഡൈപോളിന്റെ സ്ട്രെങ്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. സോ ഒരു ഡൈപോളിന്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിനെ പി എന്നും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ എം എന്നും സൂചിപ്പിക്കും. ഇനിയാണെങ്കിൽ നോക്ക്, ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡിന്റെ തീവ്രതയെ നമ്മൾ ഇ എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ബി എന്ന ടേം കൊണ്ടും സൂചിപ്പിക്കും, എന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കും. ഇനിയാണെങ്കിൽ ഇലക്ട്രിസിറ്റി കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഡൈപോളിലെ ഒരു ഭാഗത്തിരിക്കുന്നത് ആരാണ്? ചാർജ് ആണ്. പക്ഷെ ഇവിടെ ആരാണ്? പോളാണ്. സോ ഇവിടെ ചാർജ് ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ എന്താണ്? പോൾ സ്ട്രെങ്ത് എന്ന് പറയും. നമ്മളതിനെ പി എസ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഇതാണ് പോൾ സ്ട്രെങ്ത്. സോ ഇവിടെ ചാർജ് ആണ്, ഡൈപോളിലെ ഒരു ഭാഗത്ത് ചാർജ് ആണ്, രണ്ട് ഭാഗത്തും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്താണ്? പോളുകളാണ്. ഈ പോളിന്റെ ശക്തി വിളിക്കുന്ന പേരാണ് പോൾ സ്ട്രെങ്ത്. നമ്മൾ അതിനെ സ്മോൾ എം എന്നോ അല്ലെങ്കിൽ പി എസ് എന്നോ പോൾ സ്ട്രെങ്ത് എന്നോ വിളിക്കും. ഓക്കെ ആണോ? ശരി. ഇനിയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റന്റ്, ഇലക്ട്രിക് ഫീൽഡിലെ കോൺസ്റ്റന്റ് ആരാ? 1/4πε0 ആണ്. പക്ഷെ ഇവിടെ ആണെങ്കിലോടാ അത് μ0 ഡിവൈഡ് ബൈ 4π ആണ്. കണ്ടോ? μ0 ഡിവൈഡ് ബൈ 4π. ഇവിടെ എങ്ങനെയാണ്? 1/4πε0. മനസ്സിലായോ? ഇനിയുണ്ട് അനലോഗുകളുണ്ട്. നോക്ക്, ഇക്വേഷൻസ് ആണ്. ഇവിടെയാണെങ്കിൽ ഡൈപോൾ ഉണ്ടാ മക്കളെ, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ചാർജ് ഉണ്ട്. ഇതൊരു ഐസൊലേറ്റഡ് ചാർജ് ആണ്. ഈ ചാർജിൽ നിന്നും 6 അകലെയുള്ള ഒരു പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ എത്രയാണ്? നിങ്ങൾ പറയും സാർ സിമ്പിൾ, 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെയാണെങ്കിൽ ഒരു ഐസൊലേറ്റഡ് പോൾ ഉണ്ടെന്ന് എഴുതിക്കൂ. ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. സൗത്ത് പോളിൽ നിന്നും 6 അകലുള്ള ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ എത്രയാണ്? സോ μ0/4π എന്ന് പറയണം. ശരിയാണോ? 1/4πε0 പകരം പറയണം μ0 ഡിവൈഡ് ബൈ 4π. ഇനി ഇവിടെ ആരുണ്ട്? ക്യൂ ആണ്. ഇവിടെ നമ്മൾ പറയണം ഈ പോളിന്റെ പോൾ സ്ട്രെങ്ത് നമ്മൾ എം എന്നോ അല്ലെങ്കിൽ പോൾ സ്ട്രെങ്ത് എന്നോ പറയാം. ഡിവൈഡ് ബൈ ഇവിടെ ആരാണ്? ആർ സ്ക്വയർ ആണ്. സോ ആർ സ്ക്വയർ. മനസ്സിലായോ? സോ ഒരു ഐസൊലേറ്റഡ് പോൾ ഉണ്ടെങ്കിൽ ആ പോളിൽ നിന്നും 6 അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ എത്രയായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ? ഒരു ചാർജിൽ നിന്നും 6 അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അങ്ങനെയെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് ഇവിടെയും പറയാം നമുക്ക്. ഒരു എസ് എന്ന പോളിൽ നിന്നും 6 അകലെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് μ0/4π. ഇനി ക്യൂവിന് പകരം പറയണം പോൾ സ്ട്രെങ്ത് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ ആണോ? ശരി, സിമ്പിൾ. അടുത്തത് നമുക്കറിയാം ഡൈപോളിനാണെങ്കിൽ 2 ആക്സിസ് ഉണ്ട്. ഇതൊരു ഡൈപോൾ ആണെങ്കിൽ ഡൈപോളിന് 2 ആക്സിസ് ഉണ്ടടാ. ഏതൊക്കെയാണ്? ഈ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ. എന്താണ്? ആക്സിയൽ. സോ സെൻട്രൽ നിന്നും 6 അകലുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്, ഈ ആക്സിയലിന്റെ വാല്യൂ എത്രയാണ്? ഇവിടുത്തെ ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? അത് നിങ്ങൾ പറയും സർ 1/4πε0 ഇൻറ്റു 2p ഡിവൈഡ് ബൈ ആർ ക്യൂബ് ആണ്. സോ 2p ഡിവൈഡ് ബൈ ആർ ക്യൂബ് ആണ് എന്ന് പറയുന്നത് ആക്സിയൽ പോയിന്റ്. ഡൈപോളിന്റെ സെൻട്രലിൽ നിന്നും 6 അകലെയുള്ള ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? നിങ്ങൾ പഠിച്ചതാണ് 1/4πε0 ഇൻറ്റു 2p ഡിവൈഡ് ബൈ ആർ ക്യൂബ്. അങ്ങനെയെങ്കിൽ ഇവിടെ ആണെങ്കിലോടാ, ഇവിടെ ഒരു ഡൈപോൾ ഉണ്ട്. ഇവിടെയാണെങ്കിൽ
ഇവിടെയാണെങ്കിൽ ഒരു ഡൈപോൾ ഉണ്ട്, ഉണ്ടടാ, നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്. സോ സെൻട്രലിൽ നിന്നും ആർ അകലെയാണെങ്കിൽ ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി, ആക്സിയൽ ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾ പറയണം സർ μ0 ഡിവൈഡ് ബൈ 4π. ഇനി ഇവിടെ 2π ആണെങ്കിൽ ഇവിടെ നിങ്ങൾ പറയും 2 ഇൻറ്റു എന്താണ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ എം ആണ് സൂചിപ്പിക്കുന്നത്. ഡിവൈഡ് ബൈ എന്തുണ്ട് മക്കളെ, r³ ഉണ്ട്. ഇതേപോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റ് ആണെങ്കിൽ ഇവിടെ ഇക്വിറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്റെ വാല്യൂ, നമുക്ക് ഇന്റെ വാല്യൂ കൊണ്ട് മാറ്റി എഴുതാൻ പോവാണ്. ഈ ഇക്വിറ്റോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4π ε0 ഇൻറ്റു p ഡിവൈഡ് ബൈ r³ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എങ്ങനെ പറയും, ഇവിടെയാണെങ്കിൽ ഇക്വിറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി ഇക്വിറ്റോറിയൽ which is equal to μ0 divided by 4π into p ക്ക് പകരം പറയണം m divided by r³ എന്ന് പറയണം. ശരിയാണോ? സോ ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാർ മാഗ്നറ്റിന് എന്തുണ്ട്, ആക്സിയൽ പോയിന്റും ഉണ്ട്, അതുപോലെ ഇക്വിറ്റോറിയൽ ലൈനും ഉണ്ട്. സോ ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി എത്രയായിരിക്കും, ബി ആക്സിയൽ വിച്ച് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π 2m ഡിവൈഡ് ബൈ r³. ഇക്വിറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്, μ0 ഡിവൈഡ് ബൈ 4π m ഡിവൈഡ് ബൈ r³ ആയിരിക്കും. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. ഇനി ടോർക്ക്. സോ ടോർക്ക് നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ നമുക്കറിയാം P ക്രോസ് E ആണ്, അല്ലെങ്കിൽ PE സൈൻ തീറ്റയാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ടോർക്കിന്റെ വാല്യൂ എത്രയാണ്, നമുക്കൊരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ഈ ബാർ മാഗ്നറ്റിനെ ആണെങ്കിൽ ഞാൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായി എന്ത് ചെയ്യും, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഇത് മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്, അവയ്ക്കിടയിൽ നിന്നുണ്ടാവും ടോർക്ക് ഉണ്ടാവും. ശരിയാണോ? സോ ആ ടോർക്കിന്റെ വാല്യൂ എത്രയാണ്, ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് പിക്ക് പകരം പറയണം എം എന്ന് പറയണം, ക്രോസ് ഇക്ക് പകരം പറയണം ബി എന്ന് പറയണം. നമ്മൾ ഇത് പഠിച്ചാണത് എം ക്രോസ് ബി അല്ലെങ്കിൽ എം ബി സൈൻ തീറ്റ. ഇനി അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു -P.E. അങ്ങനെയെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് പിക്ക് പകരം പറയണം എം ഡോട്ട് ബി, ഇക്ക് പകരം പറയണം ബി. മനസ്സിലായോ? അല്ലെങ്കിൽ എം ബി കോസ് തീറ്റ മൈനസ് എം ബി കോസ് തീറ്റ, അവിടെ മൈനസ് PE കോസ് തീറ്റ. മക്കളെ മനസ്സിലായോടാ? സോ അത് ഇലക്ട്രിസിറ്റിക്ക് പകരക്കാരൻ എവിടെ ഉണ്ട്, മാഗ്നറ്റിസത്തിലുണ്ട്. ആ ഇലക്ട്രിസിറ്റിയിൽ എങ്ങനെയാണോ നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലുള്ള ഇക്വേഷൻസ് എവിടെയും ഉണ്ട്, മാഗ്നറ്റിസത്തിലും ഉണ്ട്. ഇക്കാര്യം മനസ്സിലായോ? ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പഠിച്ചതാണ്. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയിലെയും മാഗ്നറ്റിസത്തിലെയും നമുക്ക് പകരക്കാരെ പറ്റി, അനലോഗുകളെ പറ്റി നന്നായി മനസ്സിലായിട്ടുണ്ട്. ഓക്കെ മക്കളെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.